എന്നാലും സ്വന്തം ഭാര്യ അങ്ങേര് അയാളെ മൃഗമാണ്. വെറുതെ വിടരുത്, എന്തെങ്കിലും ചെയ്തേ പറ്റുമോ നമുക്ക്? എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ ടീച്ചറ്. സുരണ്ണ, നമുക്ക് പോലീസിനെ വിളിച്ചാലോ? അത് വേണ്ട, ഞാനേ മെമ്പറൊന്ന് വിളിക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യം. മെമ്പർ ഇപ്പോൾ വരും. സുരണ്ണ, നമുക്ക് അവരോടൊക്കെ ഒന്ന് പറഞ്ഞാലോ? വാ. എടാ ഷിബു, അതേടാ, നീ അറിഞ്ഞത് ശരിയാ. ഞാൻ വിളിക്കാം. എടാ സുരേ, നീ ബോഡി കണ്ടോ? കണ്ടില്ല, പക്ഷെ അതവിടെ ഉണ്ടാവും മെമ്പറെ. അതെടുത്ത് മാറ്റാൻ അയാൾക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ അയാളെ കണ്ട സമയത്ത് അയാളുടെ കയ്യിലൊരു പിക്കാസ് കയറും ഉണ്ടായിരുന്നു, കയ്യിൽ നിറച്ചും ചോരയും. അയാളുടെ മോൻ കണ്ടിട്ടാണെങ്കിൽ അയാൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് ഒരു ലക്ഷണമില്ല. അതെ മെമ്പറെ, ഉള്ളൊന്നും ആലോചിക്കണ്ട, പോലീസിനെ വിളി. ശരിയാ, അതാ നല്ലത്. വിളിക്കൂ മെമ്പറെ, പോലീസിനെ വിളി. നമ്മുടെ അശോകൻ സ്റ്റേഷനിലുണ്ട്, ഞാൻ അശോകനെ വിളിക്കാം. ഈ ഏജൻസി വഴിയാണോ പോയത്? അല്ല, അവിടെ ഒരു കസൻ ഉണ്ട്, മൂപ്പരുടെ കെയർ ഓഫില്ല. ഓക്കെ. അശോക, ഞാൻ മെമ്പറാ. ആ മെമ്പറെ പറ. ഇല്ല, ഇവിടെ ഒരു വെരിഫിക്കേഷൻ വന്നതാ, നമ്മുടെ കണ്ണമ്പ്ര ഭാഗത്ത്. കൂടെ ശിവരാമൻ സാറുണ്ട്, എസ് ഐ. പറഞ്ഞോ. ആണോ? എവിടെ? ഓക്കെ, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് മംഗലം ജംഗ്ഷൻ വരെ ഒന്ന് പോകേണ്ടി വരും. വീട്ടിൽ പോവാന്ന് വിചാരിച്ച എന്താ പ്രശ്നം? എന്താ? മെമ്പറെ, ഈ സംഭവം ആരാ കണ്ടേ? അത് പറ. ഞങ്ങളാ. ഈ പറഞ്ഞ വീടോടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ. ഓ, അയാളെ പേരെന്താന്ന് പറഞ്ഞേ? പള്ളിപ്പാട്. പള്ളിപ്പാടൻ, ആൻഡ്രൂസ് പള്ളിപ്പാടൻ. സാറേ, നമുക്ക് ഹമീദ് സാറിനെ അവിടെ ഒന്ന് വിളിച്ചാലോ? കേട്ടറിഞ്ഞ വെച്ച് ഇയാൾ കുറച്ച് പെശകാം. അയാള് പെശകായതുകൊണ്ടാണല്ലോ അശോക നമുക്കിവിടെ വരേണ്ടി വന്നത്.
മറന്നിട്ടില്ല അല്ലേ? അപ്പുറത്ത് ഒരു പറമ്പ് കൊടുക്കാണ്ടെന്ന് കേട്ടോ വന്ന. അപ്പോഴാ ഇത് നമ്മുടെ വീടാണെന്ന് അറിയുന്നത്. എന്നാ പിന്നെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ഇവിടെ ഇപ്പൊ സെന്റിന് എന്താ വില? താനിപ്പോ ബ്രോക്കറാണോ? ഓ, സർക്കാർ ജോലിയൊക്കെ തീരാറായെന്നേ. പിന്നെ ജീവിക്കണ്ട. ബ്രോക്കറെങ്കിൽ ബ്രോക്കർ. കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഇച്ചിരി വെള്ളം കിട്ടുമോ? നല്ല ദാഹം. അല്ല, താങ്കൾ പോണമെന്നില്ല, ഭാര്യയോട് പറഞ്ഞാലും മതി. അല്ല സാറേ, നിങ്ങൾ നമ്മൾ നേരത്തെ അറിയോ? ഇവിടെ ഒറ്റയ്ക്കാണോ? ഇന്ന് പൊട്ടിക്ക. ഭാര്യയില്ലേ? തൻ്റെയോ? എൻ്റെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്കാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. പള്ളിപ്പാടൻ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിപ്പാണെന്നാ ഞാൻ കേട്ടത്. അല്ല, ആ സ്ഥലത്തിന്റെ വില പറഞ്ഞില്ല. തനിക്കിപ്പോൾ എന്താ ശരിക്കും അറിയേണ്ടത്? തന്റെ ഭാര്യ മിസ്സിംഗ് ആണെന്നൊരു പരാതി കേട്ടിട്ടാ ഞങ്ങൾ വന്നേ. എൻ്റെ ഭാര്യ മിസ്സിംഗ് ആണെങ്കിൽ ഞാനല്ലേ പരാതി പറയേണ്ടത്? എന്നിട്ടെന്താ പറയാത്ത? ഭാര്യ മധുരയ്ക്ക് പോയതിന് ഞാനതിന് പരാതി പറയണം? ഒന്ന് വിളിക്കാവോ? പറ്റില്ല. ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയേക്കണേ. സാറേ, ഇത് നോക്കിയേ. ടി വി ഉണ്ടോ? ഈ ടി വി എങ്ങനെ പൊട്ടിയേ? അതെൻ്റെ കൈത്തട്ടും താഴെ വേണോ? കുറച്ചുകൂടെ വിശ്വസനീയമായ മറുപടിയാ ഞാൻ പ്രതീക്ഷിച്ചത്. നടന്നതല്ലേ പറയാൻ പറ്റൂ. നടന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് പറ, ഇന്നലത്തെ വഴക്കിന് ശേഷം ഭാര്യ എന്താ ചെയ്തത്? ചോദ്യം ചെയ്യലാണോ? ആണെങ്കിൽ ഒന്നാമത് നിങ്ങൾ യൂണിഫോമിലല്ല, കൂടെ ഒരു SIO CA ഇല്ല, റിട്ടേൺ കംപ്ലൈൻറ്റും ഇല്ല. ഓ, സാറ് നിയമം പറയാണോ? അറിയാവുന്നതാണെങ്കിൽ അതൊന്ന് പറയണ്ടേ ശിവരാമ? പിന്നെ തന്നെ പോലെ വെറും ഒരു ASI വന്ന് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് പള്ളിപ്പാടന ക്ഷീണ. താൻ പോയിട്ടെ തോളത്ത് കുറച്ചുകൂടി നക്ഷത്രമുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് വാ. അങ്ങനെ വന്നാ മാത്രമേ സാറെന്തേലും മൊഴിയുള്ളൂ. പള്ളിപ്പാടിന് എന്ത് മൊഴിയും മൊഴിയില്ല എന്നൊക്കെ ശിവരാമനും ശിവരാമന്റെ അളിയെന്ന് പറയും. ചോദിച്ചാൽ മതി. എടോ, താൻ വലിയ ഡയലോഗ് അടിക്കണ്ട. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്റെ ഷോൾഡറിൽ ഈ ചോരക്കര എന്താ? ഒരു കോഴി കൊന്ന. കോഴിയെ കൊന്ന അവിടെ ചോര വരുന്നത് എങ്ങനെയാ? അത് കൊല്ലുന്ന വിധം പോലെ ഇരിക്കും. പിന്നെ സാർമാരുടെ ചോദ്യോത്തരോട് അവസാനിപ്പിക്കാം. എനിക്ക് വേറെ പണിയുണ്ട്. സാർമാർ ചെല്ലാൻ നോക്കാം. ഇല്ലെങ്കിൽ എനിക്ക് ബലമായിട്ട് ഇറക്കി വിടേണ്ടി വരും. ഞാൻ വരും. താൻ പറഞ്ഞ തോളിൽ നക്ഷത്രങ്ങളുള്ള റാങ്കുകാരെയും കുട്ടി. അതിനു മുമ്പ് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും പുത്തനൊളിച്ചോ. നീ എന്തിനാ ബ്ലഡിന്റെ കാര്യം അയാളോട് പറയാൻ പോയേ? അയാളത് അറിഞ്ഞിട്ടില്ല. അയാൾ നമ്മളെ പൊട്ടന്മാരാക്കി സംസാരിക്കുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ സാറേ?